റൗണ്ട് ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ട് ആണ്. ഈ റൗണ്ടിലേക്ക് എത്തുന്നു നിഷിത. നിഷിത ഇന്ന് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഇന്ന് കുറച്ച് എക്സ്ട്രാ സുന്ദരിയാണല്ലോ. ഞാൻ കൂടെ നിൽക്കുന്നില്ല, എനിക്ക് വിഷമായി, ഞാൻ പോവാ. പെട്ടെന്ന് പറഞ്ഞു ഞാൻ സുന്ദരിയാണ്, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും. പറയൂ പറയൂ. പറയില്ല. നിഷിത ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ 8-10 കൊല്ലം ഗൾഫിൽ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ പെർഫോമൻസും സിംഗറും എല്ലാം പുറത്തോട്ട് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊല്ലം ഗൾഫിൽ ജോലി കിട്ടിയതുമായി മടങ്ങിയാലേ കിട്ടിയോളും കുട്ടികളും മോദി വലിയ മട്ടിലൊരു വീടിനുള്ള പോതി തട്ടുരണ്ടു വേണമെന്നു തീർച്ച അല്ലിൽ കിട്ടുകില്ല വീടിനൊരു കാഴ്ച കേൾക്കുന്നത് തട്ടുരണ്ടു വേണമെന്നു തീർച്ച അല്ലിൽ കിട്ടുകില്ല വീടിനൊരു കാഴ്ച തൊട്ടടുത്ത വീട്ടിലെ കദീസ തൊട്ടടുത്ത വീട്ടിലെ കദീസ ഞെട്ടണമീ വീട് കണ്ട് നാശ 8-10 കൊല്ലം ഗൾഫിൽ ജോലി കിട്ടിയതുമായി മടങ്ങിയാലേ കെട്ടിയോളും കുട്ടികളും മോദി വലിയ മട്ടിലൊരു വീടിനുള്ള പോരേ. കുട്ടികൾക്ക് പാപ്പയോട് ഉപ്പ് കേറി കട്ടൻ ചായ ചോദിച്ചാലും കേട്ട ഭാവം നടിക്കാത്തോൾ പെട്ടെന്നൊരു നാൾ പായസമായി മാറി എല്ലാം കിട്ടിയ മട്ടിൽ കൽബുയരത്തിൽ പാറി കിട്ടിയ മട്ടിൽ കൽബുയരത്തിൽ പാറി ചിന്തിയല്ലോ ലക്ഷ്യമൊരുപാട് ചൊങ്കിൽ പൊന്തി വന്നു കൂറ്റനൊരു വീട് ബന്ധുക്കൾ ചോദ്യവുമായി വന്ന് എന്തിനാണ് 4 പേർക്കിതിന്ന് കണ്ണുകടിയാണ് രോഗമെന്നു വിധിച്ചു വെണ്ണയുക്ത മാർബിൾ തന്നെ ആലി പതിച്ചു കൺമതിലും കവാടവും കിട്ടിയപ്പോൾ ആലിക്കല്ലോ കൽവിൽ കിബറിൻ തിരമാലയടിച്ചു പണ്ടേ കണ്ടവരോട് മിണ്ടാനാലി മടിച്ചു 4 മാസം കൊണ്ടു തീർത്തു ജോലി തീർന്ന നേരം കീശക്കാലേ വിറ്റുപോയി മഹർ കൊടുത്തു താലേ വിട്ടിടുന്നു നാടു വീട്ടുമാലേ.
വിശപ്പിനാൽ കണ്ണീരൊലിപ്പിച്ചു. കെട്ടിയോൻ പോയി 10 നാളൊരു മട്ടിലൊപ്പിച്ചു. കുട്ടികൾ വിശപ്പിനാൽ കണ്ണീരൊലിപ്പിച്ചു. കിട്ടിമാർന്ന ഗൾഫിൽ മൂപ്പർക്കില്ല ജോലി. കിട്ടിമാർന്ന ഗൾഫിൽ മൂപ്പർക്കില്ല ജോലി. കെട്ടണം ക്ഷണത്തിൽ തന്നെയാലേ. ലക്ഷങ്ങളുമായി അണഞ്ഞിട്ടും ലക്ഷറി വീട് പണിതിട്ടും ഭിക്ഷക്കാരായി മക്കളെ മാറ്റിയൊരാളേ. നിന്റെ ലക്ഷണകേടിന് കിട്ടിയതാണി കൂലി. ലക്ഷണകേടിന് കിട്ടിയതാണി കൂലി. ലക്ഷണകേടിന് കിട്ടിയതാണി കൂലി. നിഷീദയെ പറ്റിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിഷീദയുടെ എനർജിയാണ്. എന്തൊരു എനർജി ആ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും. യൂഷ്വലി എല്ലാവരും പറയും പെൺപിള്ളേർക്ക് അത്ര എനർജി പോരാ, പക്ഷേ നിഷീദ അതൊക്കെ തിരുത്തിയില്ലേ, അട്ടിമറിച്ചു അതൊക്കെ. ഭംഗിയില്ല പറഞ്ഞ നന്നായി ചിരിച്ചിട്ടോ, ആ മനസ്സിനുണ്ട് നല്ല ഭംഗി, അത് മതി. എന്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ജഡ്ജസ് ഈ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നിഷീദ വളരെ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് നമ്മൾ നിഷീദയ്ക്ക് നല്ല ജഡ്ജ്മെന്റും മാർക്കും കൊടുക്കും. ജിഷ ചേച്ചി പറയൂ. ഹായ് നിഷിത, അസലായിട്ട് പാടി. ഇത്രയും വലിയ ലെങ്ത് ആയിട്ടുള്ള സോങ് അല്ലേ, ഇത് മുഴുവൻ കാണാതെ പഠിച്ച് ആ ബ്രീതിങ് ഒന്നും പോവാതെ പാടണ്ടേ. നന്നായിട്ട് പാടിട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയണില്ല. നന്നായി ചെയ്തു കേട്ടോ, അസലായിട്ട് ചെയ്തു. ഫിറോസിക്ക. നിഷിത ബാപ്പു അവാർഡിന്റെ പാട്ട് അല്ലേ എഴുതി, പുതിയ വരികളാണല്ലേ. തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കയാണോ എന്ന് കരുതി. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ നല്ല വീട്ടിലൊരു വർത്താനം കാക്കേ ആണോന്ന് എനിക്ക് തോന്നി. പിന്നെ പാട്ട്, പിന്നെ മൈനർ മേജർ അങ്ങനെ കടന്നുപോയി കേട്ടോ. അപ്പോൾ ഗംഭീരമായി പാടി മോളെ. എടാ ഇത് കോമഡി ആയതുകൊണ്ടാണ് ഗംഭീരമായി, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നു ചിലപ്പോട്ടാ. കോമഡി റൗണ്ട് ആയതുകൊണ്ട് മോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. നജീമിക്ക. പട്രുമാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് മറ്റ് റിയാലിറ്റി ഷോയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ്. കാരണം എന്താ പറയുക, എല്ലാവരും കൂടെ ഒരു ഐക്യമാണ് എനിക്ക് കാണാൻ പറ്റിയത്. കാരണം ഒരു പെർഫോമൻസ് റൗണ്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാ കൂടെയുള്ള എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് നിന്ന് ഒരു സീറോ ഈഗോ, അതാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അത് തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു വിജയം. പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനർജറ്റിക് ആയിരുന്നു ഫുൾ ഓവറോൾ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ഓവറോൾ നന്നായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു നജീമിക്ക. ഇനി നമുക്ക് നിഷീദയുടെ മാർക്സിലേക്ക് പോകാം. ജിഷ ചേച്ചി. 27.5. ഫിറോസിക്ക. നിഷീദയ്ക്ക് ഞാൻ ഓൺ 40, 36.5. നജീമിക്ക. ഔട്ട് ഓഫ് 30, 26.5. നിഷീദയുടെ ടോട്ടൽ മാർക്സ് 90 out of 100. നിഷീദ നല്ല മാർക്സ് ആണ്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെ നല്ല മാർക്സ് മേടിക്കാം അല്ലേ. പോകുന്നതിന് മുമ്പായിട്ട് നിഷീദയ്ക്ക് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. നിഷീദയുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്.